ഭീമനായി നമ്മുടെ ലാലേട്ടൻ. ഭീമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്, പക്ഷെ മനസ്സുകൊണ്ട് ഒരു കുട്ടിയാണ്. പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ശക്തനായ ഒരാൾ ഭീമൻ തന്നെയാണ്. അതുപോലെ ഭീമൻ ഒരു ഓൾറൗണ്ടറാണ്. മഹാഭാരതത്തിൽ ഭീമനോളം എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ അറിവുള്ള ഒരാൾ വേറെ ഉണ്ടാകും. സഹോദരങ്ങളെയും ദ്രൗപദിയെയും ജീവന തുല്യം സ്നേഹിക്കുന്നയാൾ. ഈ ഭീമനായി നമ്മുടെ മോഹൻലാൽ വന്നാൽ എങ്ങനെയുണ്ടാകും എന്ന് ആലോചിച്ചു. പുലിമുരുകനിലെ പോലെ ശക്തിയും അതേസമയം കിരീടത്തിലെ പോലെ സ്നേഹവും വിഷമവും, ഭീമന്റെ ദേഷ്യവും നിഷ്കളങ്കതയും ഒരുമിച്ച് ചെയ്യാൻ ലാലേട്ടനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഭീഷ്മരായി മമ്മൂക്ക. കൗരവരുടെ മുത്തച്ഛനായ ഭീഷ്മർ കൊടുത്ത വാക്കിന് വേണ്ടി സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ചയാൾ. ആ ഗൗരവമുള്ള കഥാപാത്രത്തിന് മമ്മൂട്ടിയുടെ ശബ്ദവും ആ നിൽപ്പും കറക്റ്റ് ആയിരിക്കും. ഇനി കർണനായി രജനികാന്ത്, കൃഷ്ണനായി ധനുഷ്, കഥയിലെ എല്ലാം നിയന്ത്രിക്കുന്ന ശ്രീകൃഷ്ണൻ. അടുത്തത് ദുര്യോധനായി സൽമാൻ ഖാൻ, കഥയിലെ വില്ലനും അതുപോലെ തന്നെ നായകനുമായ ദുര്യോധനൻ. Watch full video to know what happened.